നമസ്കാരം. ജസ്റ്റ് തിങ്ക് അബൌട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമുക്ക് കൊക്കക്കോളയുടെ ചരിത്രം കേൾക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ കൊക്കക്കോള ആദ്യമായി ഒരു മരുന്നായിട്ടാണ് തുടങ്ങിയത്. 1886 ജോൺ പെമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റാണ് കൊക്കക്കോള കണ്ടുപിടിച്ചത്. തുടക്കത്തിൽ ഇതൊരു ടോണിക്കായിട്ടാണ് വിപണിയിൽ എത്തിയത്. ആദ്യകാലങ്ങളിൽ ഒരു ഗ്ലാസ് കൊക്കക്കോളയ്ക്ക് 5 സെന്റ്, ഏകദേശം 4 രൂപ മാത്രമായിരുന്നു വിലയുണ്ടായിരുന്നത്. കൊക്കക്കോള ലോഗോയിലെ സി എന്ന അക്ഷരങ്ങൾ രൂപകൽപ്പന ചെയ്തത് ജോൺ പെമ്പർട്ടന്റെ അക്കൗണ്ടന്റായ ഫ്രാങ്ക് റോബിൻസൺ ആണ്. അദ്ദേഹം ഉപയോഗിച്ച സ്പെൻസേറിയൻ സ്ക്രിപ്റ്റ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നത്തെ ചുമപ്പ് വസ്ത്രം ധരിച്ച താടിയുള്ള സാന്താക്ലോസിന്റെ രൂപം ജനപ്രിയമാകുന്നതിൽ കൊക്കക്കോളയുടെ പരസ്യങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. 1930കളിലെ ഇവരുടെ പരസ്യങ്ങളാണ് ഈ രൂപം ലോകപ്രസിദ്ധമാക്കിയത്. 1985കളിൽ ബഹിരാകാശത്ത് വെച്ച് കുടിച്ച ആദ്യത്തെ ശീതളപാനീയം കൊക്കക്കോളയാണ്. ഇതിനായി പ്രത്യേക സ്പേസ് ക്യാൻ അവർ നിർമ്മിച്ചിരുന്നു. കൊക്കക്കോളയുടെ യഥാർത്ഥ റെസിപ്പി ലോകത്ത് 2 പേർക്ക് മാത്രമേ അറിയാവൂ എന്ന് പറയപ്പെടുന്നു. ഇത് അറ്റ്ലാന്റിയയിലെ ഒരു വലിയ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും കൊക്കക്കോള ലഭിക്കുമെങ്കിലും നോർത്ത് കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങൾ ഔദ്യോഗികമായി കൊക്കക്കോള വിൽക്കുന്നില്ല. തുടക്കത്തിൽ ഇതിൽ കൊക്കോ ഇലകളും കോള നട്ട്സും തിരുനാളിലാണ് ഈ പേര് അന്നുണ്ടായത്. അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കൊച്ചറിവ്: ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന 2ാമത്തെ വാക്കാണ് കൊക്കക്കോള എന്നത്. 1ാമത്തെ വാക്ക് ഓക്കെയാണ്.